ഈ മല കയറി 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 പോയി ഏറ്റവും മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു അഡ്രിനാലിൻ റഷ് വരുമല്ലോ. ഐ കൻ ഡു എനിത്തിങ്. ഞാൻ ഇവിടെ എത്തി, അവിടെ ഇരുന്ന ഒരാളിതാ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. എന്നോട് ചോദിക്കുന്നു എനിക്ക് എന്താ പേടിയില്ല കുട്ടി, എനിക്കിങ്ങനെ മല കയറുമ്പോഴും മരം കയറുമ്പോഴും ഒന്നും എനിക്ക് പേടിയില്ല ചോദിക്കും. ഞാൻ പറയാം എനിക്ക് പേടിയില്ലല്ലോ, ഒബ്വിയസ്ലി എനിക്ക് പേടിയുണ്ട്. ഞാൻ പേടിനേക്കാളും ഞാൻ പ്രിപ്പയർ ആണ്. ഞാൻ അവിടെ കയറി കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്തൊക്കെ സംഭവിക്കും, ഞാൻ ഈ ഒരു മരത്തിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വീഴും, എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യാന്നുള്ളത് ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രിപ്പയറിങ് യുവർ സെൽഫ്, അത്രേ ഉള്ളൂ. ഈ ഓരോ യാത്രയിലും എന്തൊക്കെയാണോ നിഷിതനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ആൾക്കാരാണ്. എനിക്ക് പുതിയ പുതിയ ആൾക്കാരെ കണ്ട് അവരുടെ കൾച്ചറും അവരുടെ കുറിച്ച് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേച്ചർ ഇസ് ഫസ്റ്റ് ആൻഡ് ദെൻ ആൾക്കാർ, പിന്നെ ഫുഡ്. ഉല്ലാസിനെയൊക്കെ കണ്ടിരുന്നു ഉഗാണ്ടയിൽ പോയപ്പോ പേടിയായോ? പേടിയായോന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി ആയിട്ടുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ടിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോയി, അതും ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ നടന്നുകൊണ്ട് പോയായിരുന്നു. ഞാനിങ്ങനെ അപ്പോൾ ഈശ്വരാന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചത്. ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് വൈൽ ട്രാവലിംഗ്, അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ, അടിപൊളിയാണോ? ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു ഫീമെയിൽ എനർജി ഉണ്ടല്ലോ, ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. നമ്മൾ ഈ പണ്ടൊക്കെ ആൾക്കാർ വരുന്നത്, നമ്മൾ ഈ പെണ്ണുങ്ങളിൽ ഇരുന്ന് പറഞ്ഞാൽ മറ്റേ നുണയും കുശുമ്പൊക്കെയാണ്. പക്ഷെ അല്ല, മാറിയില്ലേ? അതൊക്കെ മാറി. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പൊളിയാണ്, നമ്മളിങ്ങനെ എനർജി അങ്ങ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ ലിവിങ് യുവർ ഡ്രീം നൗ അല്ലേ? അപ്പം അങ്ങനെ ഒരാൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു കായികമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഡാൻസ്, ഞാനൊരു ഡാൻസറാണ്, ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, നമുക്ക് ആരോഗ്യം തരുന്ന ഭക്ഷണത്തെക്കുറിച്ച്, പ്രോട്ടീൻ ആണെങ്കിലും ഒരു നമ്മുടെ ബോൺ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് ചിന്തിക്കും എന്താണെങ്കിലും. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക? ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കുന്ന ഒരാളാണ്. ഞാൻ നന്നായിട്ട് ചോറ്, ഞാൻ സത്യം പറയല്ല, ഞാൻ റൺ ചെയ്യാറുണ്ട്, സൈക്ലിംഗ് ചെയ്യാറുണ്ട്, ഞാൻ അഡ്വഞ്ചർ റേസറാണ്. അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കുറേ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഫുഡ് ഭയങ്കരമായിട്ട് ഓക്കെ ഇത് മാത്രമേ കഴിക്കൂ, ദിസ് ഐ ഹാവ് ടു ആഡ് ഇൻ മൈ മീൽസ് എന്ന് പറയുന്ന ഒരാളല്ല. ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്തും എൻ്റെ പ്ലേറ്റിൽ കൊണ്ടുവച്ചെന്നാൽ എൻ്റെ വയറ് സുഖത്തിലിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അത് അപ്സെറ്റ് ആവാതെ എൻ്റെ വയറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് ഫുഡും ഞാൻ കഴിക്കും. ലൈക്ക് കുറേയും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചോറ്. ഇപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചോറ്, ഞാൻ തൈര് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകും. നമ്മുടെ തൈരും ചോറും കൂടെ കഴിക്കുന്ന ഒരാളാണ്. എനിക്കങ്ങനെ ഓക്കെ എനിക്ക് ഇത് കിട്ടിയാൽ മാത്രമേ കഴിക്കൂ, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും, എനിക്ക് ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാത്രം കാണുന്നത്. പക്ഷേ ഐ ലവ് എക്സ്പ്ലോറിങ് ഫുഡ് ഓൾസോ. ഞാൻ എല്ലാ ക്വിസീനും ട്രൈ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒന്നുമില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, എനിക്ക് മാനേജ് ചെയ്യാൻ, ചോറും തൈരും കിട്ടിയാൽ എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ കറക്റ്റായിട്ട് പ്രൊപ്പോർഷണലി കൊണ്ടുപോകാറുണ്ട്? അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്, എന്നിട്ട് കൊണ്ടുപോകും, പക്ഷെ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ അതുകൊണ്ട് നിർത്തിയത്. ഈ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ എല്ലിൻ്റെ ആരോഗ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ഞാൻ ടാബ്ലറ്റ്സ് എടുക്കും, വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട്. അത് മാൻഡേറ്ററി. കാരണം വെച്ചാൽ എനിക്ക് ചെറിയ ചെറിയ പെയിൻസ് ഒക്കെ, നമ്മൾ ഈ 32 ആയി ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു, അപ്പം ചെറുതായിട്ട് പെയിൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് മേജറായിട്ട് ഞാൻ എടുക്കും, എല്ലാ വൈറ്റമിൻ ടാബ്ലറ്റ്സും. ചിലപ്പോഴൊക്കെ മറന്നു പോകും, എന്നാലും ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ ഫുഡിൽ ഞാൻ പറഞ്ഞല്ലോ, എഗെയിൻ ഞാൻ പ്രോട്ടീൻ പൗഡറൊക്കെ ഞാൻ 2-3 ഹൈക്കിനൊക്കെ കൊണ്ടുപോയി, പക്ഷെ നമ്മൾ എടുക്കില്ല. നമ്മൾ ഒന്നെങ്കിൽ, പിന്നെ ഞാൻ ചായ പേഴ്സൺ ആണ്. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ചായനെ റീപ്ലേസ് ചെയ്തിട്ട് പ്രോട്ടീൻ കഴിക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ബാഗിൽ എടുത്ത് വെക്കാം. ഒന്നും നടക്കാൻ പോയില്ല, അവിടെ പോയി ചായ കുടിക്കും. ഈ ഓരോ യാത്രയിലും എന്തൊക്കെയാണ് നിഷിതനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ കാണാനും, ആൾക്കാരുടെ സ്റ്റോറി അറിയാനും, ആൾക്കാരോട് സംസാരിക്കാനും. ഞാൻ എപ്പോഴും അട്രാക്റ്റഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നേച്ചർ ആണ്, പക്ഷെ എന്നാലും എനിക്ക് ആൾക്കാരോടാണ് ഇഷ്ടം. എനിക്ക് പുതിയ പുതിയ ആൾക്കാരെ കണ്ട് അവരുടെ കൾച്ചറും അവരുടെ കുറിച്ച് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ, നേച്ചർ ഇസ് ഫസ്റ്റ് ആൻഡ് ദെൻ ആൾക്കാർ, പിന്നെ ഫുഡ്. ഈ 3 കാര്യങ്ങളാണ് എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഞാൻ ടിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഈ നേച്ചറിന്റെ സ്വഭാവവും അതിന്റെ ബ്യൂട്ടിയൊക്കെ കണ്ട് കുറച്ചു നേരം മതിമറന്ന് നിൽക്കുന്ന ഇൻസിഡന്റ് ഉണ്ടാവാറുണ്ട്? യെസ്, ഞാൻ എപ്പോഴും എനിക്ക് കണ്ണ് നിറയുന്ന ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഇത്രയും ഒരു ചെറിയ നാട്ടിൻപുറത്ത് വളർന്ന് ജനിച്ചിട്ട് എനിക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ച് കുറച്ചമ്മക്ക് ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നമ്മൾ അധികം ക്യാപ്ചർ ചെയ്യാനാണ് ശ്രമിക്കുക. ഇപ്പം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ഞാൻ എന്നിൽ തന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ഇൻവോൾവ്മെൻറ്റ്, ആ ഒരു
ഇതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് കൊടുത്ത് അവിടെ തന്നെ ഇരുന്ന് കുറച്ച് ഓക്കെ ഐ ഡൺ ദിസ് ലൈക്ക് ഐ എം ഡൂയിങ് സംതിങ് ബിഗ് എന്നുള്ളൊരു സംഭവം ഞാനിങ്ങനെ ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ള സംഭവം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കും അവിടെ ഇരുന്നിട്ട്. ഈ മല കയറുന്നതിനേക്കാളും ടഫാണ് ഇറങ്ങാന്ന് പറയും. ചെറിയ മല നമ്മൾ കയറുമ്പോൾ പോലും നമുക്കത് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ അതിനിപ്പോ നേരത്തെ പറഞ്ഞു ആ പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ, പോൾ സ്റ്റിക്ക് അല്ലെ. അതല്ലാതെ എങ്ങനെയൊക്കെയാ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, നീ സ്ട്രെങ്ത് ഉണ്ടാക്കുക. സോ ബേസിക്കലി എല്ലാവരും ഉണ്ടാക്കേണ്ടത് നമ്മൾ മസിൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു റൺ ചെയ്യുന്ന ഒരാളാണ്, സൈക്ലിംഗ് ചെയ്യുന്ന ഒരാളാണ്, കാർഡിയോ വർക്ക്ഔട്ട്സ് എൻ്റെ ബോഡിയിൽ കുറേ നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നത് ഞാനായാലും ഫോക്കസ് ചെയ്യുന്നതാണ് മസിൽ സ്ട്രെങ്തനിങ്, അതായത് മസിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടില്ല. കാരണം നമുക്ക് മസിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം മസിൽ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നീ സ്ട്രെങ്തനിങ് ചെയ്യുക, നീ സ്ട്രെങ്തനിങ്ങുള്ള കുറേ വർക്ക്ഔട്ട്സ് യൂട്യൂബിലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈവൻ ഫോർ മീ ഓൾസോ എനിക്ക് അസെൻഡിനെക്കാളും പേടിയുള്ളത് ഡിസെൻഡാണ്. എനിക്ക് കയറാൻ വേണ്ടി ഒബ്വിയസ്ലി കയറുമ്പോൾ നമ്മളിങ്ങനെ അണച്ചണച്ചിട്ടായിരിക്കും കയറുക, ഒരു 10 ബ്രീത്തൊക്കെ എടുത്തിട്ടായിരിക്കും ഓരോ സ്റ്റെപ്പ് വെക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. അതിനേക്കാളും നമ്മൾ ശരിക്കും നമ്മളുടെ ബോഡീനെ വല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈക്ക് യൂസ് അല്ല, നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിക്കും ഡിസെൻഡാണ്. ഡിസെൻഡിലാണ് നമ്മുടെ നീ അറിയുന്നത്, കാഫ് അറിയുന്നത്, ഓരോ മസിൽസും അറിയുന്നത് ഡിസെൻഡിലാണ്. ഈ മല കയറി 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 പോയി ഏറ്റവും മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു അഡ്രിനാലിൻ റഷ് വരുമല്ലോ. യെസ്, ഞാനിത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന കാഴ്ച അതിമനോഹരം അല്ലേ. ആ ഒരു ഫീലിനെ കുറിച്ച് പറഞ്ഞേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന എൻ്റെ എല്ലാ ഫോട്ടോസിലും ഉണ്ടാവും ഇങ്ങനെ ഒരു പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് മാറ്റി ചിന്തിച്ചൂടെയെന്ന് ചോദിക്കാനോട് ആൾക്കാർ. പക്ഷെ ഇല്ല, എനിക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഓക്കെ ഐ ക്യാൻ ഫ്ലൈ എന്നുള്ളൊരു സാധനം കിട്ടും നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ. ഐ ക്യാൻ ഡു എനിത്തിങ്. ഞാൻ ഇവിടെ എത്തി, ലൈക്ക് അവിടെ ഇരുന്ന ഒരാളിതാ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ കയറി കയറി പോയി കണ്ട കാഴ്ചയിൽ ഇതുവരെ ഇപ്പോൾ കുറേ മൗണ്ടൻസ് കയറി, അതിൽ ഏറ്റവും മനോഹരമായത് ഏതാ ചോദിച്ചാൽ ഏതായിരിക്കും പറയാം. എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്, ഐ എഗ്രി. പക്ഷേ ഇതൊരു ഭയങ്കരതാണ് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം. ഞാനൊരു സൺറൈസ് ആൻഡ് സൺസെറ്റ് പേഴ്സൺ ആണ്. ഈ ആൾക്കാരൊക്കെ എന്നോട് പറയും ഈ സൂര്യൻ നിങ്ങൾ ഇന്നലെ കണ്ട സൂര്യനെ തന്നെ നാളെയും കാണുന്നതെന്ന് ചോദിക്കാറുണ്ട് എന്നോട്. ഞാൻ ഈ സൺറൈസ് ഹൈക്കിന് പോവാണെന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഓരോ സൺറൈസിനെയും വാല്യൂ ചെയ്യുന്ന ഒരാളാണ്, ഓരോ സൺസെറ്റിനെയും വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് തോന്നിയത് കിളിമഞ്ചാരോ അവിടെ എത്തിയിട്ട് ആ ഒരു സൺറൈസ് ഉണ്ടല്ലോ. കാരണം ഫുൾ ലോ ക്ലൗഡ്സ്, സണ്ണിങ്ങനെ വരികയാണ്. നമ്മൾ എക്സാക്ട്ലി സൺറൈസിൻ്റെ സമയത്താണ് അവിടെ എത്തിയത്. 6:20 നമ്മൾ അവിടെ എത്തിയത്. 6:21 സൺറൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ, ആ ഒരു മൈറ്റ് ബി എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി ആയിരിക്കണം അതെനിക്ക് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആയത്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു, ഒരു ദിവസമായിരുന്നു അത്. ഹൈക്കേഴ്സ് മൗണ്ടനിയേഴ്സ് പ്ലീസ് നോട്ട് കിളിമഞ്ചാരോ ആ ലിസ്റ്റിലിട്ടോളൂ, പലരുടെയും ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അതെ, അതുപോലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് കാലാപ്പത്തർ എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടെയിൻ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ്, എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ അടുത്തായിട്ട്. ആ കാലാപ്പത്തർ കയറിയിട്ട് അവിടെ ഇരിക്കും നമ്മൾക്ക് ഫസ്റ്റ് റേ, അതായത് സണ്ണിൻ്റെ ഒരു ഫസ്റ്റ് റേ എവറസ്റ്റിൽ വന്നിട്ട് വരുന്നൊരു വ്യൂ, ലൈക്ക് ആ ഒരു റേ അവിടെ ഹിറ്റ് ചെയ്യുന്ന ഒരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ അവിടെയും ലോ ക്ലൗഡ്സ് ആയിരിക്കും. അതും ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കണ്ണിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യൂ ആണ്. ഇപ്പം നിഷിതയെ സംബന്ധിച്ചിടത്തോളം നേച്ചറിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഏതാ ചോദിച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു സൂര്യനെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു, ഏറ്റവും ഇഷ്ടം ഏതാ ചോദിച്ചാൽ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴ, വെള്ളം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ തന്നെ ഞാൻ ഉണ്ടാവും ഒരു വാട്ടർഫോളിൽ നിന്ന് കുളിക്കുന്ന ഇൻ ദ സെൻസ് വാട്ടർഫോളിൽ ഇങ്ങനെ നിൽക്കുന്ന വീഡിയോ ഉണ്ടാവും, ഒരു വാട്ടർഫോളിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന വീഡിയോ. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, വാട്ടർഫോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ആൾക്കാർ വരും, കുട്ടി എനിക്ക് അമീബയൊക്കെ വരും, മറ്റേ എന്താണ് അമീബയുടെ ഒരു അസുഖം, അതൊക്കെ വരും, എനിക്ക് ജലദോഷമൊന്നും വരാറില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഭയങ്കര ഇമ്മ്യൂണിറ്റി ലെവൽ ഭയങ്കര സംഭവമാണ്. പക്ഷെ എൻ്റെ ഇമ്മ്യൂണിറ്റി ലെവൽ മൈറ്റ് ബി ഞാൻ കുറേ ട്രാവൽ ചെയ്തിട്ട് എൻ്റെ ഇമ്മ്യൂണിറ്റി കുറേ ബൂസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്കും ജലദോഷമൊക്കെ വരുന്ന ഒരാളാണ്. പക്ഷെ എന്നോട് പറയും കുട്ടി എനിക്ക് അങ്ങനെ വരും, കുട്ടി എനിക്ക് ഇങ്ങനെ വരും, നീ അധികം ഒന്ന് വെള്ളത്തിൽ കളിക്കില്ല. പക്ഷെ എനിക്ക് മഴ, വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഹൈക്ക് ചെയ്യുന്ന സമയത്ത് മഴ പെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ അയ്യോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യം പറയാലോ ഹൈക്ക് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ക്യാരി ചെയ്യുന്ന ബാഗ് ഫുള്ള് നനയും, നമ്മൾ ഇടുന്ന ക്ലോത്ത്സ്. സോ ബേസിക്കലി നമ്മൾ ഈ ക്ലോത്ത്സ് തന്നെ ആയിരിക്കും നാളത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. മറ്റന്നാളത്തേക്ക് ഈ സെയിം ക്ലോത്ത്സ് ആയിരിക്കും. നമ്മൾ ഈ ലൈക്ക് ലൈറ്റായിട്ട് പാക്ക് ചെയ്യുന്നത് കാരണം ഈ സെയിം ക്ലോത്ത്സ് ആയിരിക്കും 2-3 ഡേയ്സിലേക്ക് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നനഞ്ഞ് ഇതൊക്കെ ഉണക്കി നെക്സ്റ്റ് ഡേ ഇടുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പം ശരിക്കും ഹൈക്കിങ് സമയത്ത് മഴ എന്ന് പറയുന്ന ഒരു വില്ലനാണ്. ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഹൈക്കിങ് ചെയ്യുമ്പോൾ ഒന്ന് മഴ പെയ്യണേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെയാണ് അയ്യോ മഴ പെയ്യരുതേ.
എപ്പോഴെങ്കിലും ഓക്സിജൻ സിലിണ്ടർ ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മീൻസ് എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കൂടെ നമ്മളിപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ബൈക്ക് ട്രിപ്പിന് പോയ സമയത്തൊക്കെ ഫ്രണ്ട്സിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇതുവരെയായിട്ടും. സോ ബേസിക്കലി അതാണ് ഞാൻ പറയുന്നത്, നമ്മളെ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കും. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, എന്നെ കൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എനിക്ക് ശ്വാസം കിട്ടില്ലെന്ന് എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റെപ്പ് വെക്കില്ല, ഞാൻ തിരിച്ച് നടക്കും. അത് ആ ഒരു ബോധ്യം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു മൗണ്ടനിയേഴ്സിന്റെ തലയിൽ ഉണ്ടാവും. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മൗണ്ടനിയറിംഗ് ഏതായിരുന്നു? എൻ്റെ കോഴ്സ് തന്നെയായിരുന്നു. എൻ്റെ മൗണ്ടനിയറിംഗ് കോഴ്സ്. അത് ഞാൻ സത്യം പറയാലോ, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഭയങ്കര ഫിസിക്കലി ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു, മെൻ്റലിയും ചലഞ്ചിങ് ആണ്, പക്ഷേ ഫിസിക്കലി ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. നമ്മൾ ഗ്ലേഷ്യറിലായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു 14 days ഗ്ലേഷ്യറിലാണ്. ആ ഒരു തണുപ്പും -5 ടെമ്പറേച്ചർ, നമുക്ക് ഒന്നും അറിയില്ല, ഫോണില്ല, നെറ്റ്വർക്ക് ഇല്ല, വാച്ച് ഇല്ല, അമ്മേനോട് സംസാരിക്കാൻ പറ്റില്ല, ഹസ്ബൻഡിനോട് സംസാരിക്കും. ഞാനിങ്ങനെ എൻ്റെ ആനിവേഴ്സറി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആക്ച്വലി എനിക്കിങ്ങനെ ഒന്ന് ആരെങ്കിലോടൊക്കെ ലൈക്ക് ഒബ്വിയസ്ലി ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളൊരു മെൻ്റലി നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മേനോട് മിണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. അവരോട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ആ സമയത്ത് വിചാരിച്ചു ഞാനിത് ക്വിറ്റ് ചെയ്യും, ഞാൻ തിരിച്ചു പോകും, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അതെനിക്ക് ഇപ്പോഴും ഞാൻ സൂപ്പറാണെന്ന് വിചാരിക്കാറുണ്ട്. മഹേഷേട്ട സൂപ്പറാ നമ്മൾ പറയുമല്ലേ, അടിപൊളി. ഇപ്പൊ കേരളത്തിൽ ഹൈക്ക് ചെയ്യാൻ പറ്റിയ, മൗണ്ടനിയറിംഗ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ് പറഞ്ഞാൽ ഏതാ സജസ്റ്റ് ചെയ്യുക? നമ്മുടെ ചെമ്പ്ര പീക്ക് ഉണ്ട്, ചെറിയ നമ്മുടെ കേരളത്തിൽ ചെറിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിൽസ് ഉണ്ട് ഫോറസ്റ്റിനുള്ളിലൊക്കെ. പിന്നെ നമ്മുടെ അഗസ്ത്യാർകൂട് ഉണ്ട്, ചെമ്പ്ര പീക്ക് ഉണ്ട്, പിന്നെ കണ്ണൂർ പറയുകയാണെങ്കിൽ നമ്മൾക്ക് പൈതൽ മലയുണ്ട്. യെസ്, നമ്മുടെ നിയർ ബൈ ആയിട്ട് നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. നമ്മുടെ സിർസി, കർണാടകയിൽ, മഹാരാഷ്ട്രയിലൊക്കെ അടിപൊളി വെസ്റ്റേൺ ഗാർഡ്സ് ട്രെയിൽസ് ഉണ്ട്. ഈവൻ എനിക്ക് വെസ്റ്റേൺ ഗാർഡ്സിൽ പോകാൻ ഇഷ്ടം മൺസൂൺ ടൈമിലാണ്. ഒരു സൈഡിൽ വാട്ടർഫോൾസ് ഉണ്ടാവും, നമ്മൾക്ക് വാട്ടർഫോൾസിന്റെ സൈഡിലൂടെ നടക്കാം. കുറേ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ട്രെയിൽസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അടുത്തടുത്തായിട്ട്. ഓക്കെ, ഈ ചെമ്പ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്പോട്ടുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? മിസ് ചെയ്യാൻ പാടാത്ത നമുക്ക് ചില സമയത്ത് ഡിപ്പെൻസ് ആണ്. നമ്മൾ ഹൈക്ക് ചെയ്യുന്ന എന്തിനാണ്, നമ്മൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ബ്ലാങ്ക് നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈക്ക് ചെയ്യുന്നത്. ആ ഒരു അല്ലാതെ ഞാനൊരു ഈഗോന് വേണ്ടിയിട്ടല്ല. നമ്മൾ ലൈക്ക് അറിയില്ല, ഞാനൊരു ഈഗോന് വേണ്ടിയിട്ട് ഹൈക്ക് ചെയ്യുന്ന ഒരാളല്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഹൈക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഓരോ ട്രെയിലിനായാലും അതിൻ്റെതായ ഭംഗിയുണ്ട്. കാട് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കാട്, അഗസ്ത്യാർകൂടൊക്കെ ബ്യൂട്ടിഫുൾ ഹൈക്കാണ്. ആ ഒരു കാടുമായിട്ട് നമ്മൾ ലൈക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇതായിട്ട് പോകാൻ വേണ്ടി പറ്റും. പാമ്പിനെ കാണാൻ വേണ്ടി പറ്റും, ചെറിയ അരുവികൾ ഉണ്ടാവും, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ കേരളത്തിൽ ഉള്ളതും എന്നാൽ മറ്റു സ്ഥലത്ത് ഇല്ലാത്തതുമായി തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ആൾക്കാർ നമ്മുടെ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്കറിയില്ല, നമ്മുടെ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാനിപ്പോൾ ശരിക്കും പറയാലോ, പുറത്തുള്ള ആൾക്കാരിനേക്കാളും എനിക്ക് തോന്നിയിട്ടുണ്ട്, മൈറ്റ് ബി നമ്മളുടെ ലൈക്ക് ഓക്കെ മൈറ്റ് ബി ഞാനൊരു മലയാളി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് മലയാളി സപ്പോർട്ട് ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, നമ്മൾ മലയാളികൾ അടിപൊളിയാണല്ലോ. നമ്മൾ പുറത്തുള്ള ആൾക്കാർ അധികം ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലൈക്ക് അതെ, നമ്മുടെ കാര്യത്തിൽ ഇടപെടാറില്ല. പക്ഷെ ഇടപെടാറില്ല എന്നല്ല വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഒബ്വിയസ്ലി പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ പോസിറ്റീവായിട്ട് ഇടപെടുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളായാലും എൻ്റെ ആൾക്കാരായാലും എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാരാണ്. ഞാനങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്രൗഡിനെ എൻ്റെ ചുറ്റും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഈ ഹൈറ്റ് പേടിയുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്കത് മാറ്റാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ചെയ്യാൻ പറ്റുമോ, മാറ്റാൻ പറ്റുമോ? ഒബ്വിയസ്ലി എൻ്റെ ഹസ്ബൻഡ് ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ കുറേ ആയിട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഡിപ്പെൻസ് ആണ്. ചില ആൾക്കാർക്ക് ഈ വേർട്ടിഗോ എന്നൊക്കെ പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് അസുഖങ്ങളായിട്ടല്ലാത്ത ഒരാൾക്ക് എന്തോ ഒരു പേടിയുണ്ട് കയറാൻ, അങ്ങനെയുള്ളവർക്ക് അത് മാറ്റാൻ പറ്റുമല്ലേ? അത് ഓട്ടോമാറ്റിക്കലി ഹൈക്ക് ചെയ്താവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഡ്വഞ്ചർ ഇസ് നോട്ട് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ബീയിങ് ഫിയർലെസ് എന്ന് പറയാം.
ഇറ്റ്സ് നോട്ട് ബീങ് ഫിയർലെസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രിപ്പയറിങ് യുവർ സെൽഫ് എന്ന് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. നിങ്ങൾ എങ്ങനെയാണ് ഓക്കെ ഞാൻ ഇവിടെ കയറുന്നുള്ളത് നിങ്ങൾ മെന്റലി നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾ കയറും. നിങ്ങൾ ഒന്നിനും പേടിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ ഫിയർലെസ് ആവാൻ വേണ്ടി എന്നോട് ചോദിക്കുന്നു എനിക്ക് എന്താ പേടിയില്ല കുട്ടി, എനിക്കിങ്ങനെ മല കയറുമ്പോഴും മരം കയറുമ്പോഴും ഒന്നും എനിക്ക് പേടിയില്ല ചോദിക്കും. ഞാൻ പറയും എനിക്ക് പേടിയുടെ അല്ല, ഒബ്വിയസ്ലി എനിക്ക് പേടിയുണ്ട്. ഞാൻ പേടിനേക്കാളും ഞാൻ പ്രിപ്പയർ ആണ്. ഞാൻ അവിടെ കയറി കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്തൊക്കെ സംഭവിക്കും, ഞാൻ ഈ ഒരു മരത്തിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വീഴും, എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യാന്നുള്ളത് ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രിപ്പയറിങ് യുവർ സെൽഫ്, അത്രയേ ഉള്ളൂ. നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കിംഗ് ഡേയിലൊക്കെ ഒരു റുട്ടീൻ എങ്ങനെയാണ് ഇപ്പോൾ നിഷിത്തായിട്ട് ചോദിക്കുകയാണെങ്കിൽ? മോർണിംഗ് ഏർലി മോർണിംഗ് നമ്മൾ എണീക്കുക. സോ ബേസിക്കലി ഹൈക്കിംഗ് ട്രെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ UAE ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 2 o'clock ഒക്കെ ആകുമ്പോൾ എണീക്കും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൂട്ടീനൊക്കെ ഇപ്പം ഈ ഒരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, മൗണ്ടനിയറിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ടൈമിനായാലും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയി എന്ന് പറയാം. ഞാനൊരു 10 o'clock കിടന്നുറങ്ങുന്ന ഒരാളാണ്. ഒരു 5:30 യൂഷ്വലായിട്ടൊരു വീട്ടിലാണെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ എണീച്ച് ഞാൻ എൻ്റെ ജിമ്മിന് പോകും, അല്ലെങ്കിൽ ഓടാൻ വേണ്ടി പോകും. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ റൂട്ടീൻ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഹൈക്കിംഗ് ഡേ ആണെങ്കിൽ 2 o'clock, ബിക്കോസ് 10 o'clock ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും ഓക്കെ എനിക്ക് 7 hours സ്ലീപ്പ് എന്തായാലും വേണം. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 7 hours സ്ലീപ്പ് കിട്ടുമോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാനത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 2 o'clock എണീച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4 o'clock ആകുമ്പോൾ നമ്മുടെ ജബൽ ജയ്സ ഏതാണോ നമ്മൾ ഹൈക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അവിടെ എത്തും. അതിനുശേഷം ഹൈക്കിന് പോവും. ഭക്ഷണം ഞാൻ ഹൈക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന കുറവാണ്. എനിക്കിങ്ങനെ വയറ് കുറേ സ്റ്റഫായിട്ട് ഹൈക്ക് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. ഡിപ്പെൻസ് ആണ്, അത് ഓരോരോ ആൾക്കാരെ പോലെ ഇരിക്കും. ഞാനെന്തോ ബ്ലാക്ക് കോഫി അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാറാണ് പതിവ്. പിന്നെ അതിനുശേഷം അവിടെ എത്തിയതിന് ശേഷം ഒരു പഴം ക്യാരി ചെയ്യും, ബനാന അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും ക്യാരി ചെയ്യും. അത് കഴിക്കും, പിന്നെ തിരിച്ചിറങ്ങും, വീട്ടിലെത്തും. അങ്ങനെ ഭക്ഷണം കുറേ കഴിക്കാറില്ല ഹൈക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഉറക്കം ഒരു 7 മണിക്കൂർ മസ്റ്റായിട്ട് പാലിക്കുന്ന ഒരാളാണല്ലോ. ഈ -ഡിഗ്രിയിലൊക്കെ ഉറങ്ങണ സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഉറങ്ങാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ ഈ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പിംഗ് ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്ലീപ്പിംഗ് ബാഗിലാണ് ഉറങ്ങുന്നത്. അപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അതെ നമ്മൾ കുറച്ച് ഇങ്ങനെയൊക്കെ മൂവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഉറങ്ങുന്ന കുറച്ചധികം സ്ഥലം വേണ്ട ഒരാളാണ്. അതെ എപ്പോഴും ഹസ്ബൻഡ് പറയുന്നതാണ്, സൈഡിൽ ഉറങ്ങും, ഞാനാണെങ്കിൽ ഒരു പാർട്ട് ഓഫ് മറ്റേ ബെഡിന് ഫുൾ പാട്ട് എടുക്കുന്ന ഒരാളാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വി ഹാവ് ടു സ്ലീപ്പ് ലൈക്ക് ദിസ്, അനങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പം എന്തായാലും ഒരു ഫസ്റ്റ് 2 days ഒക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും, നമ്മൾ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. പിന്നെ യൂഷ്വലി നമ്മൾ അതുമായിട്ട് എന്തായാലും പൊരുത്തപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്രയും ടയേർഡായിട്ടായിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് എങ്ങനെയെങ്കിലും സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ പോയാൽ മതി തോന്നും. പിന്നെ ഞാൻ എപ്പോഴും വാർമേഴ്സ് ക്യാരി ചെയ്യും, കാരണം എനിക്ക് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വാർമേഴ്സ് ക്യാരി ചെയ്തിട്ട് കയ്യിലും കാലിലൊക്കെ വാർമേഴ്സ് ഫിക്സ് ചെയ്യും. യെസ്, അതാണ് എൻ്റെ എന്താ പറയുക ഗോ ടു എന്ന് പറയുന്നത് മൗണ്ടനിയറിങ്ങിന്റെ സമയത്ത്. കാരണം അത്രയും തണുപ്പായിരിക്കും, ഒന്നും ഉണ്ടാവില്ല നമുക്ക്. പിന്നെ അല്ലെങ്കിൽ ഞാൻ വാട്ടർ ബോട്ടിലിൽ വെള്ളം വെച്ചിട്ട്, ചൂടുവെള്ളം നമ്മൾ എവിടെന്നെങ്കിലും ക്യാൻറ്റീനിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ വെക്കും. അതിങ്ങനെ ഹഗ് ചെയ്തിട്ട് ചൂട് കിട്ടും. ഈ സോളോ ട്രാവൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രാവൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷെ കുറേയും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗ്രൂപ്പ് ട്രാവലാണ്. കാരണം എനിക്ക് ആൾക്കാരെ ഇഷ്ടമാണ്, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ആൾക്കാരായിട്ട് അവരുടെ സ്റ്റോറീസ്, അവരുടെ ട്രാവൽ പേഴ്സ്പെക്റ്റീവ് അറിയാൻ വേണ്ടി എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഗ്രൂപ്പ് ട്രാവലാണ്. പക്ഷേ സോളോ എനിക്ക് എസ്പെഷ്യലി ഇപ്പം ഞാനൊരു ട്രാവൽ കമ്പനി കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ട്രാവലേഴ്സിനെ കാണാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഇടയിൽ എനിക്ക് തോന്നും ഐ നീഡ് എ ബ്രേക്ക്, ഐ ഹാവ് ടു ഗോ. എനിക്ക് ഒന്ന് പോയിട്ട് ഒന്ന് സമാധാനത്തിൽ ലൈക്ക് ആൾക്കാരോടൊന്നും സംസാരിക്കാതെ ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ സോളോ ട്രാവൽ ചെയ്യാറുണ്ട്. ഈ മൗണ്ടനിയറിങ് നിഷിതയുടെ ലൈഫിൽ വന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ ആൻഡ് ചീത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 നല്ല കാര്യങ്ങൾ 3 ചീത്ത കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ ഡിസിപ്ലിൻഡായി. ഞാൻ എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചു. നല്ല കാര്യം. എല്ലാ ഇപ്പോൾ ഒരു ചെറിയൊരു സാധനത്തിനെ പോലും ഞാൻ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ആൾക്കാരെ പണ്ടും റെസ്പെക്ട് ചെയ്യുമായിരുന്നു, എന്നാലും കുറേയും കൂടി ഞാൻ വാല്യൂ ചെയ്യാൻ വേണ്ടി പഠിച്ചു. കാരണം വെച്ചാൽ പണ്ടൊക്കെ ഞാൻ അമ്മേനൊക്കെ, ഇപ്പോഴും അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അമ്മ പറയും ഞാൻ വിളിക്കാറില്ലെന്ന്. പക്ഷെ എന്നാലും ഞാൻ അമ്മേനൊക്കെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കും. ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് അമ്മേനൊക്കെ ഒന്ന് വിളിച്ചിട്ട് സംസാരിക്കും. കാരണം ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഞാൻ കുറേയും കൂടി അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പം ഞാൻ വിളിക്കലൊക്കെ കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ വാല്യൂ ചെയ്യാൻ വേണ്ടി പഠിച്ചു. പിന്നെ മോശം കാര്യം, സത്യം പറയാലോ മോശം കാര്യമൊന്നുമില്ല.
മോശം കാര്യം എന്താണ്, ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പഠിച്ചു. മോശം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡ് എന്നോട് പറയാം ഇടയ്ക്കൊക്കെ എനിക്ക് ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ നടക്കാം എന്നൊക്കെ പറയും. പക്ഷെ എനിക്കിപ്പോൾ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു സംഭവം എൻ്റെ ഇതിലേക്ക് വന്നു. ഓക്കെ, ട്രാവൽ ചെയ്തതിൽ ഏറ്റവും മാജിക്കൽ എന്ന് ചോദിച്ചാൽ നേരത്തെ കിളിമാഞ്ചാരോ പറഞ്ഞത് തന്നെയാണോ പറയാ? ലൈക്ക് മാജിക്കൽ എന്നുള്ളത് ഞാൻ പറയാം, എനിക്ക് എന്താ പറയുക, എക്സ്പീരിയൻസ് തന്ന കൺട്രീസ് ഉണ്ട്. കുറേ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തന്ന കൺട്രിയിലൊന്നാണ് സുക്കോത്ര എന്ന് പറയുക, യമനിൽ പോയത്, ഇന്തോനേഷ്യയിൽ പോയത്. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് തന്ന കൺട്രീസാണ്. ലൈക്ക് കിളിമഞ്ചാരോ എന്ന് പറയുന്നത് ഞാൻ അതിനായിട്ട് പോയതായിരുന്നു. പക്ഷെ സുക്കോത്ര എന്ന് പറയുന്നത് അവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് എക്സ്പീരിയൻസ് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതായത് യമനിൻ്റെ പാട്ടാണ് സുക്കോത്ര എന്ന് പറയുന്ന ഒരു ഐലൻഡ്. ഇപ്പോഴും റിമോട്ട് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്, നമ്മുടെ സൊമാലിയുടെയും ആഫ്രിക്ക അതിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ഒരു ഐലൻഡാണ്. അവിടെ ഇപ്പോഴും ആൾക്കാർ വളരെ കുറവാണ്. 3600 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിൻ്റെ റേഡിയസ്, ആ ഒരു ഇതിൻ്റെ റേഡിയസ് വരുന്നത്. ഇപ്പോഴും ആൾക്കാർ കുറവാണ്. ഇപ്പോഴും ആൾക്കാരെന്ന് പറയുന്നത് വീടിനൊന്നും റൂഫില്ല ഇപ്പോഴും. പിന്നെ അവിടെ എല്ലാവരും ജീവിക്കുന്നത് കടലിൽ നമ്മുടെ ഫിഷിംഗ് ആയിട്ടാണ് അവിടുത്തെ എല്ലാ ജനങ്ങളും ജീവിക്കുന്നത്. പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒന്നുമില്ല, എല്ലാം ഓപ്പൺ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഈവൻ നമ്മൾ ട്രാവലേഴ്സായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് ചെറിയ ചെറിയ ക്യാമ്പിംഗ് സെറ്റപ്പിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ എല്ലാ ബിസിനസ്സും നമ്മൾ പുറത്താണ് ചെയ്യേണ്ടത്. എല്ലാം ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ എല്ലാ കാര്യങ്ങളും. ഈവൻ കുളിക്കുന്നതായി കഴിഞ്ഞാലും പുറത്തൊരു ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു വാൾ ഉണ്ടാവും, ഷവർ ഉണ്ടാവും. നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കുളിക്കേണ്ടത്, നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യേണ്ടത്. എല്ലാ കാര്യം നമ്മൾ ഫിഷിങ് ചെയ്ത് നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും. ആ ഒരു ലൈഫാണ്. അതെന്നെ കുറേ എൻ്റെ ലൈഫിൻ്റെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ എന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ അവരുടെ സ്റ്റോറീസും. അവരിപ്പോഴും കാണാനൊരു അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല, ബട്ട് സ്റ്റിൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു ആൾക്കാരാണ് അവിടുത്തെ ഇപ്പോഴും. കാരണം അവർ മണ്ണുമായിട്ട് ഭയങ്കര കടലുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്, അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ അവിടെ മാത്രം കാണപ്പെടുന്ന ഒരു മരമുണ്ട്, ഡ്രാഗൺ ട്രീ എന്ന് പറഞ്ഞിട്ട്. ഈ ലോകത്ത് അവിടെ മാത്രമേ ആ ട്രീ ഉള്ളൂ. അതിൽ നിന്നൊരു റെഡ് കളർ റെസിൻ ഉണ്ടാവും, അതുകൊണ്ടാണ് അത് ഡ്രാഗൺ ട്രീ എന്നൊക്കെ പറയുന്നത്. ഭയങ്കര മെഡിസിന് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രീ ആണ്. ആ ഒരു ട്രിപ്പ് എന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സുക്കോത്ര. കാരണം ആ ഒരു ലൈഫ് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാൻസി ദുബായ് ലൈഫ് എന്നായിരുന്നു പെട്ടെന്ന് നമ്മൾ കുഴികുത്തി ബിസിനസ്സൊക്കെ ചെയ്തൊരു ലൈഫ് ഉണ്ടായിരുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈഫ് ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാലി നുസപ്പനീടെയാണ്. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് അതല്ല. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് വെച്ചാൽ ബിഗ് കൺട്രി. കുറേ ട്രൈബ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ചെറിയ ചെറിയ സ്ഥലങ്ങൾ നമുക്ക് കാണാം, നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അവിടെ പോയിട്ട് ഞാൻ അവിടെ ലൈക്ക് റോഡ് വഴി നമ്മളിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ പോകുന്നതിനൊരു 2 years ബാക്ക് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഓൾമോസ്റ്റ് ഒരു 1000 ആൾക്കാരൊക്കെ മരിച്ചൊരു ഇറപ്ഷൻ ആയിരുന്നു അത്. ആ ഒരു ഇറപ്ഷൻ കാരണം എത്രയോ കിലോമീറ്റർ സ്ക്വയറിൽ അവിടെയുള്ള വീടുകളും എല്ലാം നശിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈവൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, ആൾക്കാർ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എല്ലാം നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു ചെറിയൊരു നാച്ചുറൽ കലാമിറ്റി മതി നമ്മുടെ എല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ആ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് അതെൻ്റെ ലൈഫിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വലിയ വലിയ വീടുകളായിരുന്നു, അതിൻ്റെ ഉള്ളിലൊക്കെ മറ്റെന്താണ് ലാവ കയറിയിട്ട് ഒന്നുമില്ല, വീടൊന്നുമില്ല അവിടെ. ഫാം ലാൻഡ്സ് ഒന്നുമില്ല. ലൈക്ക് എത്രയോ കിലോമീറ്റേഴ്സ് വരെ അവിടെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അയ്യോ നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു. പേടിപ്പിച്ചൊരു മൗണ്ടനറിങ് ഏതായിരിക്കും? പേടിപ്പിച്ചൊരു മൗണ്ടനറിങ് സത്യം പറയാലോ എനിക്ക് അങ്ങനെ പേടിപ്പിച്ചൊരു മൗണ്ടനറിങ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഈ അന്നപൂർണ ബേസ് ക്യാമ്പ് ചെയ്യുന്നത് ഒരു ഓഫ് സീസണിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഫ് സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ പ്രോപ്പർ റിസർച്ചൊക്കെ ചെയ്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്കൊരു ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഞാൻ വെതർ പ്രഡിക്ഷനൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. പക്ഷെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ഈ ഒരു സമയം മോശമാണ്, ഈ സമയത്ത് പോകാൻ വേണ്ടി പാടില്ല, അവിടെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും. എൻ്റെ കൂടെയാണെങ്കിൽ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന എൻ്റെ കസ്റ്റമേഴ്സ് അല്ല, ഹൈക്കേഴ്സ് ആയിരുന്നു. എൻ്റെ ഫാമിലി പോലത്തെ ഫാമിലി ഫ്രണ്ട്സ് തന്നെയായിരുന്നു എൻ്റെ കൂടെ ഹൈക്കേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു ലൈക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ റെഡിയാണ് വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എക്സൈറ്റഡും ആയിരുന്നു എന്തായിരുന്നു സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ പറയാലോ എൻ്റെ ജീവിതത്തിൽ
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിലായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടത്. കാരണം വെച്ചാൽ മഴ സമയം എന്ന് പറയുന്നത് അന്നപൂർണ ബേസ് ക്യാമ്പിൻ്റെ ആ ഒരു ഹൈക്കിൽ ഫുൾ ചെറിയ ചെറിയ മൗണ്ടെയിൻസ് ആണ്. ആ മൗണ്ടെയിൻ ഫുൾ ലഷ് ഗ്രീൻ ആവും. ഒരു സൈഡ് ഫുൾ ലഷ് ഗ്രീൻ ആയിരിക്കും, ഒരു സൈഡ് ഫുൾ വാട്ടർഫോൾസ് ഉണ്ടാവും. ലൈക്ക് എൻറ്റയർ റീജിയൻ വാട്ടർഫോൾസ് മാത്രമേ. കാരണം എനിക്ക് വാട്ടർഫോൾസിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം വാട്ടർഫോൾസ് കാണുമ്പോൾ ഞാനിങ്ങനെ ഉഫ് എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. ഗൊറില്ലാസിനെയൊക്കെ കണ്ടിരുന്നു ഉഗാണ്ടയിൽ പോയപ്പോൾ. പേടിയായോ? പേടിയായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുണ്ടായിരുന്നു. അത് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോയി. അതും ഹ്യൂമങ്കസ് ആയിട്ടുള്ളൊരു സാധനം ഇങ്ങനെ നടന്നുകൊണ്ട് പോയായിരുന്നു. ഞാനിങ്ങനെ അപ്പോൾ ഈശ്വരാന്ന് പഠിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് നിന്നു. അത്രയും ഉണ്ടായിരുന്നു, ആ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അവരെന്നോട് പറഞ്ഞു ഒന്നും ചെയ്യില്ല, നിങ്ങൾ അവരെ ടച്ച് ചെയ്യാതിരുന്നാൽ മതി, അവരൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഞാനൊരു ഷാർക്ക് ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം എനിക്ക്, കാരണം വെച്ചാൽ കുറേ ഷാർക്സ് ഉണ്ട് വെള്ളത്തിൽ, ഷാർക്സ് ഇഷ്ടംപോലെ എനിക്ക് കാണാൻ വേണ്ടി പറ്റും. ആദ്യം എനിക്ക് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവർ വെജിറ്റേറിയൻ ഷാർക്സ് ആണ്, ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത്. ഈ യാത്ര ചെയ്തതിലേ ഇപ്പോൾ വളരെ സ്നേഹമുള്ള ആൾക്കാരാണെന്ന് കേരളത്തിലുള്ളവരല്ലാതെ വളരെ സ്നേഹമുള്ള മനുഷ്യരുള്ള സ്ഥലം തോന്നിയിട്ടുള്ളത് എവിടെയാണ്? എനിക്ക് അങ്ങനെ തോന്നിയത് സെൻട്രൽ ഏഷ്യൻ പാർട്ടിലാണ്. സെൻട്രൽ ഏഷ്യയിലത്തെ എസ്പെഷ്യലി കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇവിടേക്കുള്ള ആൾക്കാർ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. എല്ലാവരും വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടേ നമുക്ക് ഭക്ഷണം തരും. ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. എല്ലാവർക്കും നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കുമോ ഇവർ ചിലപ്പോൾ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ അല്ല, അവർക്ക് അവരുടെ സ്നേഹം കൊണ്ടാണ് അവർ അവിടെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾക്ക് ഭക്ഷണമൊക്കെ തരുന്നതും. ലൈക്ക് കൺട്രീസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആൻഡ് കാശ്മീർ ഓൾസോ. കാശ്മീരത്തെ ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരാണ്. അവർ നമ്മളെ റോഡിലൊക്കെ നിർത്തിയിട്ട് എസ്പെഷ്യലി പെണ്ണുങ്ങളായത് കാരണം നമ്മൾ റോഡിലൊക്കെ നിർത്തിയിട്ട് കണ്ടു കഴിഞ്ഞാൽ വന്ന് ചോദിക്കും എന്ത് പറ്റി, വീട്ടിലോട്ട് വരുന്നു, നമ്മൾ ചായ വെച്ച് തരാം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. കാശ്മീരിലത്തെ ആൾക്കാരെ കുറിച്ച് നമ്മൾ 2 ടൈപ്പ് ഓഫ് എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ കണ്ട കാശ്മീരീസ് എന്ന് പറയുന്നത് അത്രയും നല്ല ആൾക്കാരാണ്. കാരണം എൻ്റെ വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞ് ഞാൻ റോഡിൽ സ്റ്റക്കായിരുന്നു, ഞാനും എൻ്റെ കസിനും കൂടിയിട്ട്. അപ്പോൾ ഒരു ആൻറ്റി വന്നിട്ട് നമ്മൾ ഒന്നും പേടിക്കേണ്ട, എല്ലാം ശരിയാവും, നമ്മൾ വേണമെങ്കിൽ പെട്രോൾ വാങ്ങിച്ച് കൊണ്ടുതരാം. എന്നിട്ട് നമ്മളെ ഫ്രണ്ടിന് പെട്രോൾ വാങ്ങിക്കാൻ വിട്ടു. എന്നിട്ട് അവർ നമ്മൾ വീട്ടിലോട്ട് വീട്ടിൽ വന്നിട്ട് ഫുൾ സ്റ്റോറിയൊക്കെ, അവരുടെ വീട്ടിൽ ഫുൾ സ്റ്റോറിയൊക്കെ പറഞ്ഞു, ചായയൊക്കെ വെച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല കാരണം നമുക്ക് തിരിച്ചെത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് വരികയായിരുന്നു. അതുപോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാരും ഭയങ്കര എന്താ പറയുക, വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് നമ്മളെ കാണുന്നത് തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ അവരുടെ ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ തരുമ്പോൾ അവർക്ക് കിട്ടുന്ന അത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അവർക്ക് അത് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഇപ്പോൾ ഈ പോയതിൽ നിന്ന് പറയുമ്പോൾ ഏതൊക്കെ പറയും? ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഞാൻ എഗെയിൻ കാശ്മീർ, നോർത്ത് ഈസ്റ്റ് അവിടെയൊക്കെ പറയും. ഇന്ത്യയിൽ തന്നെ പറയുകയാണെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കിർഗിസ്ഥാനിലെ ഭക്ഷണമാണ്. കിർഗിസ്ഥാൻ, കസാക്ക്, സെൻട്രൽ ഏഷ്യൻ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യയിൽ അവർ അധികം മസാലാസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അവരധികം അവിടുത്തെ മീറ്റിന് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈവൻ മട്ടൺ ആയിക്കഴിഞ്ഞാലും ബീഫ് ആയി അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാവുക. ജസ്റ്റ് അവർ പുഴുങ്ങിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്ത് ഇടുന്നതായിരിക്കും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അവിടേക്ക് എനിക്ക് ആ ഒരു ഫുഡ്, ആ ഒരു ക്വിസീനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ് സെൻട്രൽ ഏഷ്യയിലെ ഭക്ഷണങ്ങൾ. വിയേർഡ് ഫുഡ് എവിടുന്ന് കഴിച്ചേ? ഫുഡിനെ ഞാൻ വിയേർഡ് എന്ന് പറയാറില്ല, എല്ലാം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. വിയേർഡായിട്ട് ആൾക്കാർക്ക് അതൊരു വിയേർഡായിട്ട് തോന്നുന്നത് ഞാൻ കഴിച്ചത് മറ്റേ നമ്മുടെ സിൽക്ക് വോം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും എഗെയിൻ മേഘാലയിൽ നിന്നാണ് സിൽക്ക് വോം കഴിച്ചത്. പിന്നെ തായ്ലൻഡിൽ നിന്ന് മറ്റേ നമ്മുടെ കോക്രോച്ച് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, എനിക്കങ്ങനെ വിയേർഡായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ചായ പേഴ്സണാന്ന് പറഞ്ഞല്ലോ, ഏറ്റവും അടിപൊളിയൊരു ചായ കുടിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, പിന്നെ UAE അല്ലാതെ ചായ ലൈക്ക് ഞാൻ നമ്മുടെ ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എസ്പെഷ്യലി നമ്മുടെ നാടൻ ചായ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കങ്ങനെ അതെ നോർമൽ ചായയുടെ ആളാണ്. അപ്പൊ എനിക്ക് നമ്മുടെ നാട്ടിലെ ചായ തന്നെയാണ് ഇഷ്ടം. പിന്നെ ദുബായിലെ ചായയും. അടിപൊളി. ടെൻഷൻ അടിച്ചൊരു മൗണ്ടനിയറിംഗ് ഉണ്ടോ ചെയ്യുമ്പോൾ? അയ്യോ ഇത് ഇത്തിരി പേടിക്കണമല്ലോ, ടെൻഷൻ ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ളത്? കിളിമഞ്ചാരോ ആണ് തോന്നുന്നു എനിക്ക്. കിളിമഞ്ചാരോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ, കാരണം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ആ ഒരു സാധനം ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് ടെൻഷൻ ഉള്ളതായിരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ, അതെന്റെ ഉള്ളിലുണ്ടായിരുന്നു. കിളിമഞ്ചാരോ തന്നെയാണ്. ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് വൈൽ ട്രാവലിംഗ്, അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ, അടിപൊളിയാണോ? അത് ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു എന്താ പറയാ, ഫീമെയിൽ എനർജി ഉണ്ടല്ലോ, ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ്,
എനിക്ക് കുറേ ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ആ ഒരു എനർജി നമ്മൾ പാസ് ചെയ്യുന്നതുണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. നമ്മൾ ഈ പണ്ടൊക്കെ ആൾക്കാർ വരുന്നു, നമ്മൾ ഈ പെണ്ണുങ്ങൾ ഇരുന്ന് പറഞ്ഞാൽ മറ്റേ നുണയും കുശുമ്പൊക്കെയാണ്. പക്ഷെ അല്ല, അതൊക്കെ മാറി. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പൊളിയാണ്. നമ്മളിങ്ങനെ എനർജി അങ്ങ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, ഞാൻ അമ്മ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾക്കൊരു എന്താ പറയുക ലൈക്ക് വിമൻസ് ഓൺലി ട്രിപ്സ് ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ല? ഇല്ല, നമ്മളൊന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും സെയിലിംഗ് ട്രിപ്പ് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾക്ക് മാത്രം, നമ്മളൊരു കടലിന്റെ നടുവിൽ ബോട്ട് വെച്ചിട്ട് നമ്മൾ മാത്രം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. എനിവേ, ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സ്റ്റോറീസ് വരുമ്പോഴും അതിൻ്റെ വീഡിയോസൊക്കെ വരുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താഴെ വരുന്ന കമൻറ്റുകളിലൊന്നാണ്, ഇതൊക്കെ പൈസ വേണം, മണി മാറ്റേഴ്സ് എന്ന് എന്താണെങ്കിലും വരും. അപ്പോൾ ഒരുപാട് അടവുകളൊക്കെ ഉള്ള ഒരു ജീവിതവും പലരും EMI ഒക്കെ ഉള്ളൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ വളരെ വൈസ്ലി അറ്റ്ലീസ്റ്റ് ഒരു ഇയറിൽ വൺസെങ്കിലും ഒരു ട്രിപ്പോ ഇതുപോലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളോ പ്ലാൻ ചെയ്യാൻ അവരെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഞാൻ അത് പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരുന്ന ഒരു കാര്യമാണ്, ചേച്ചി എനിക്കും ചേച്ചിനെ പോലെ ആവണം, എനിക്കും ചേച്ചിനെ പോലെ ട്രാവൽ ചെയ്യണം പറയുന്ന ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ 27ാമത്തെ വയസ്സിൽ ജോലി ക്വിറ്റ് ചെയ്തു. പക്ഷെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം എൻ്റെ സ്റ്റെബിലിറ്റി, അതായത് എൻ്റെ ഫാമിലിക്കായാലും എൻ്റെ ബാക്കിയുള്ള കാര്യത്തിനായുള്ള ഒരു സ്റ്റെബിലിറ്റി ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ട്രാവലിങ്ങിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഒന്നും എൻ്റെ വീട്ടുകാരൊന്നും നോക്കാതെ റാൻഡമായിട്ട് ജമ്പ് ചെയ്ത് പോയ ഒരാളല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ടിക്ക് ഓഫ് ചെയ്തിട്ടാണ്, ഓക്കെ ഇനി എനിക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ ഫാമിലിനെ നോക്കാനുള്ള ഒരു ഇൻകം എനിക്ക് സൈഡിലൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു മേക്ക് ഷുവർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്, ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ റാൻഡമായിട്ട് ബാഗ് എടുത്ത് പോകുന്നതല്ല ട്രാവലിംഗ് എന്ന് പറയുന്നത്. നമുക്കത് എത്ര വേണമെങ്കിലും ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ സ്റ്റേബിളാണ്, നമ്മുടെ ഫാമിലി സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക, എന്നിട്ട് മാത്രം ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുക, അല്ലാതെ ഓടിച്ചാടി പോകരുത്. പക്ഷെ വൺസ് ഇൻ എ ഇയർ ദാറ്റ്സ് ഓക്കെ. നമുക്കും നമ്മുടെ ആ ഒരു പീസ്, ആ ഒരു സാധനം വേണം. പിന്നെ ഇപ്പം പറഞ്ഞ ആൻസർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്നത് വൺസ് ഇൻ 6 months ട്രാവൽ ചെയ്യണം എന്നാണ്. കാരണം നമ്മളെ ഇഷ്ടം പോലെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ നമ്മളുടെ ഈ എന്താ പറയുക ടെക്നോളജീസ്, അതായത് നമ്മുടെ ഈ ഫോണിലും ലാപ്ടോപ്പിലൊക്കെയാണ് ഭയങ്കര പാക്ഡ് ആണ്. ഇപ്പം നമ്മൾ പാക്ഡ് അല്ലെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ TV-യിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. TV-യിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിലൂടെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു 5 days എങ്കിൽ 5 days നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, അതിന് പൈസ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ്, നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടുക. ആ ഒരു 5 days സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള നമ്പർ ഓഫ് ഡേയ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്താലും ആ ഒരു 5 days കിട്ടുമല്ലോ എന്ന് ആലോചിക്കുക. അതിന് വേണ്ടി സേവ് ചെയ്യുക. അതാണ്. സൂപ്പർ സൂപ്പർ. ഈ എന്തൊക്കെയാ ഇനി എന്താണ് ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന കാര്യം? കുറേ ഉണ്ട്, എൻ്റെ ബക്കറ്റ് നിറയെ ഫുള്ളാണ്. ഒരുപാട് ഉണ്ട് അല്ലേ എനിക്ക്. സോ ബേസിക്കലി എനിക്ക് ഈ ഇയർ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇയർ ഇൻ ദ സെൻസ് 2026 എൻ്റെ അഡ്വാൻസ് കോഴ്സ് ചെയ്യണം. പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റാണ് 6000 meters നല്ലൊരു ടെക്നിക്കൽ ഹൈക്ക് ക്ലൈംബ് ചെയ്യണം എന്നില്ല. ടെക്നിക്കൽ പണ്ടൊക്കെ ഞാൻ പറയായിരുന്നു എനിക്ക് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആ ഒരു മോഹമൊക്കെ ഞാൻ കുറച്ച് കാലമായിട്ട് മാറ്റി വെച്ചിട്ട് എനിക്ക് നല്ല ടെക്നിക്കലായിട്ടുള്ള ഒരു ക്ലൈംബ് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. അപ്പോൾ 2026 അതിനാണ് ഞാൻ. പിന്നെ എൻ്റെ കമ്പനി ഫോക്കസ് ചെയ്യുക, കുറേ ട്രാവൽ ചെയ്യുക, കുറേ കൺട്രീസ് എനിക്കിപ്പോഴും എക്സ്പ്ലോർ ചെയ്യണം, ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ള കുറേ കൺട്രീസ് ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതൊക്കെ പോവുക, അതൊക്കെയാണ്. ഓക്കെ. ഇതിപ്പോൾ നിഷിതേനെ കണ്ടിട്ടും ഇൻസ്പയർഡ് ആവുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ കണ്ട് ഇൻസ്പയർഡ് ആവാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ നമുക്കൊരു പാഷൻ ഇതിൻ്റെ മേലുണ്ടെന്ന് റിയലൈസ് ചെയ്തിട്ട് ഇറങ്ങുന്നതാണോ കുറച്ചുകൂടി നല്ലത്? യെസ്, കംപ്ലീറ്റ്ലി. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം എനിക്കൊരു ബ്രേക്കിന് വേണ്ടി ട്രാവൽ ചെയ്ത ഒരാളായിരുന്നു. എൻ്റെ വർക്കിൻ്റെ സമയത്ത് എനിക്ക് ബ്രേക്ക് വേണമെന്ന് വിചാരിച്ച ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജൊക്കെ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ആ ട്രാവൽ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതാണ് എൻ്റെ ലൈഫ്. അതായത് ഇതിലൂടെ എനിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാൻ തുടങ്ങുന്നുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഇതിലൂടെ എനിക്ക് ഇൻകം ഉണ്ടാക്കിക്കൂടാന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ തലയിൽ വന്നതായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലൂടെ എങ്ങനെ ഇൻകം ഉണ്ടാക്കാം, എന്താണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളത് ഞാൻ ആലോചിച്ചത്. ഇപ്പോൾ ലൈക്ക് എൻ്റെ പാഷൻ ആയിരിക്കില്ല വിജിതയുടെ പാഷൻ. നമ്മുടെ രണ്ടുപേരുടെയും പാഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് ആ പാഷൻ വന്നത് എനിക്ക് ജനിച്ചപ്പോഴോ വന്ന പാഷനല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ റിയലൈസ് ചെയ്ത പാഷനാണ്. ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പാഷൻ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഞാൻ. അല്ലാതെ ഞാൻ ലൈക്ക് നമ്മൾ ജനിച്ചപ്പോഴേ വന്ന പാഷനായിരുന്നില്ല എനിക്ക് മൗണ്ടനിയറിംഗ് ട്രാവൽ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ പുറത്ത് നമ്മൾ ഭയങ്കര ബിസി
പാക്ഡ് ആണ്, പക്ഷെ നമ്മൾ ഉള്ളിൽ ഭയങ്കര എംറ്റി ആണ്. പക്ഷെ ആ എംറ്റിനെസ് എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്കുണ്ടായി. ഓക്കെ, എനിവേ നിഷിതയുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലായി. അതൊക്കെ എങ്ങനെ ടിക്ക് ചെയ്ത് പോകാൻ പറ്റട്ടെ. ആൻഡ് യു വിൽ ഡു ദാറ്റ്, എനിക്കത് ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്. യു ഹാവ് ദാറ്റ് സ്പിരിറ്റ്. അത് ഭയങ്കര സന്തോഷം. അത് നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല നിഷിത ചെയ്യുന്നത്. അതിന് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഹൈക്കേഴ്സിനൊക്കെ വേണ്ടിയിട്ടൊരു കമ്പനി കൂടിയുണ്ട്, മൗണ്ടൻ മീറ്റ്സ് സീ എന്ന് പറഞ്ഞിട്ടുള്ള പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ ട്രാവലിങ്ങിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റും. അപ്പോൾ അതിനും ആ ഒരു ബിസിനസ് സംരംഭത്തിനും അമൃതയ്ക്കാണെങ്കിലും നിഷിതയ്ക്കാണെങ്കിലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതിൻ്റെ ഓരോരോ അപ്ഡേറ്റ്സ്, ആളുടെ യാത്രകളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിഷിത ചന്ദ്രൻ പൊതുവാൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.